Hi friends, welcome back to MeenusTasteofhome. ഇറ്റാലിയൻ ഡെസേർട്ടായ മാംഗോ പാനക്കോട്ട എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പാനക്കോട്ടയിൽ പാനയുടെ അർത്ഥം ക്രീമും കോട്ടയുടെ അർത്ഥം കുക്ക്ഡും എന്നുമാണ്. അപ്പോൾ കുക്ക്ഡ് ക്രീമാണ് ഈ ഒരു പാനക്കോട്ട. 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ജലാറ്റിൻ ഒന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. 2 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്തിരിക്കുന്ന വെള്ളത്തിൽ ജലാറ്റിൻ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നീക്കി വെക്കാം. മാമ്പഴം നമുക്ക് പ്യൂരി ആക്കാം. അതിനായിട്ട് ഓരോ സ്ലൈസ് മാമ്പഴം എടുത്ത് നമുക്കിതുപോലെ ഇതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് എടുക്കാം. ടോട്ടൽ നമുക്ക് 2 കപ്പ് മാമ്പഴത്തിൻ്റെ പ്യൂരയാണ് വേണ്ടത്. ഇപ്പോൾ മാമ്പഴം എല്ലാം കട്ട് ചെയ്ത് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പ്യൂരേ ആക്കി എടുക്കണം. മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് പ്യൂരേ ആക്കി എടുക്കാം. മാംഗോ പ്യൂരേ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ജലാറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അഗറോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ യൂസ് ചെയ്യാം. ഇതിപ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ജലാറ്റിൻ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ചൂടുവെള്ളത്തിൽ ജലാറ്റിൻ നന്നായിട്ട് അലിഞ്ഞു വന്നു. ഇനി ഇത് അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്തിരുന്നാലും മതി. മാംഗോ പ്യൂരേ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ മതി. ഇനി ഇത് ഈ ജലാറ്റിൻ മിക്സിലേക്ക് ചേർക്കാം. ഇനി ഈ മാംഗോ പ്യൂരയും ജലാറ്റിനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാനക്കോട്ട സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ബിയർ ഗ്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് വേണേലും യൂസ് ചെയ്യാം. ഈ ഒരു ഗ്ലാസിന്റെ പകുതി മാത്രമാണ് മാംഗോയുടെ പ്യൂരെ ഫില്ല് ചെയ്യുന്നത്. ബാക്കി പകുതി പാനക്കോട്ടയുടെ ഫില്ലിംഗ് ആണ്. ഈ ഗ്ലാസ് ഒരു 45 ഡിഗ്രി ചരിച്ച് ഒരു ബൗളിനകത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് മാംഗോ പ്യൂരെ ഒഴിക്കാം. മാംഗോ പ്യൂരി എല്ലാം ഞാൻ ഗ്ലാസ്സിലേക്ക് പകർത്തി. ഇനി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്ത പാനക്കോട്ട ലെയർ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ജലാറ്റിൻ ചേർക്കാം. ഇനി ഈ ജലാറ്റിൻ നന്നായിട്ട് ഈ വെള്ളത്തിലൊന്ന് കുതിർന്ന് കിട്ടണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ജലാറ്റിൻ നന്നായിട്ട് കുതിർന്ന് കിട്ടും. നമുക്കിനി ഇത് മാറ്റി വെക്കാം. പാനക്കോട്ട എന്ന് പറയുന്ന ആ ഒരു ഡെസേർട്ടിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ കുക്ക്ഡ് ക്രീം എന്നാണ്. അപ്പോൾ നമുക്ക് 2 കപ്പ് തിക്കൻഡ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ചേർക്കാം. കറക്റ്റ് 2 കപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു തിക്കൻഡ് ക്രീമിന് പകരം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിരുന്നാലും മതി. മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഫ്ലേവറിനായിട്ട് വനില എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ വനില എസൻസ് 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പാകത്തിനുള്ള മധുരവും വനില എക്സ്ട്രാക്റ്റും ഒക്കെ ചേർത്ത് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഒരു സോസ് പാനിലേക്ക് നമുക്ക് ഈ ഹെവി ക്രീം ആഡ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിക്കാം. ക്രീം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഇനി കുക്ക് ചെയ്തിട്ടുള്ള ക്രീമിലേക്ക് ചേർത്ത് ഒന്ന് യോജിപ്പിക്കാം. ഇനി ഈ ക്രീമിൽ ഈ ഒരു ജലാറ്റിൻ നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ക്രീം കംപ്ലീറ്റ്ലി കൂളാവാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാംഗോ പ്യൂരെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ക്രീം ഇപ്പോൾ കംപ്ലീറ്റ്ലി കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യാം. ഇപ്പോൾ പാനക്കോട്ടയുടെ ഫില്ലിംഗ് എല്ലാം റെഡിയാണ്. മാംഗോ പാനക്കോട്ട ഇനി ഫ്രിഡ്ജിൽ 4 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. കഴിവതും ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇറ്റാലിയൻ ഡെസേർട്ടായ മാംഗോ പാനക്കോട്ട ഇവിടെ റെഡിയായി. ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോ പീസസും അതുപോലെ മിൻറ്റ് ലീവ്സുമാണ് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു പുഡിംഗ് പോലെയാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ഐറ്റം കൂടിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ ചുവന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.